ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പോകുന്നത് പോളിനാസി വാട്ടർഫോൾ കാണാനാണ്. കിൽക്കനിയിൽ നിന്ന് M9 മോട്ടോർവേ എടുത്ത് 24 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിയുമ്പോൾ ജംഗ്ഷൻ 11 എത്തും. ജംഗ്ഷൻ 11ൽ നിന്ന് എക്സിറ്റ് എടുത്ത് ന്യൂറോസ് റോഡിൽ കൂടെ വെറും 2 മിനിറ്റ് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തുന്നതാണ്. ഇന്നത്തെ ട്രിപ്പ് നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ നമ്മുടെ ഏറ്റവും അടുത്ത 2 സുഹൃത്തുക്കൾ ജോയലും അലീനയും ഒപ്പമുണ്ട്. ഭയങ്കര രസകരമായ കമ്പനിയാണ്. വളരെയേറെ തമാശകളും നല്ല നല്ല അനുഭവങ്ങളും പ്രതീക്ഷയാണ് ഞങ്ങൾ യാത്ര തുടങ്ങുന്നത് തന്നെ. കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. അതിനിപ്പുറം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗ്ലാസ് ചായ, കുറച്ച് പോപ്കോൺ കൈ കരുതുക, റിലാക്സ് ചെയ്യുക. ഇനി പോപ്കോൺ കയ്യിലില്ലെങ്കിൽ 2 കടല കുറച്ച് കൊണ്ടിരുന്നാലും മതി, നമുക്ക് ജോളിയാക്കി കളയാമെന്ന്. തുടക്കം തന്നെ സൂപ്പറായിട്ടുണ്ട്. നല്ല മനോഹരമായ വഴി. ഇതിലെ കുറച്ച് പോയാലാണ് നമ്മുടെ വാട്ടർഫോൾ ഇരിക്കുന്നത്. അവിടെ നമുക്ക് ഡൈവ് ചെയ്യാനും സ്വിമ്മ് ചെയ്യാനും വേണമെങ്കിൽ 2-3 മീനെ പിടിച്ച് വറുത്ത് തിന്നാനുമുള്ള സൗകര്യമുണ്ട്. ഏതായാലും കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് ആർത്തുല്ലസിക്കാം. നമ്മൾ വാട്ടർഫോൾ എത്തി. അടിപൊളി വാട്ടർഫോളാട്ടോ. ചെറിയ നല്ല ഉള്ളിലോട്ട് കയറിയിട്ടുള്ള വാട്ടർഫോൾ ആയത് കാരണം കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നല്ല റിഫ്രഷിങ് ആയിട്ടുള്ള ക്ലൈമറ്റും നല്ല ക്ലിയർ വാട്ടറും നീന്താനൊക്കെ പറ്റിയ വെള്ളം. എന്റെ ഫോണുമായിട്ട് വെള്ളത്തിൽ വീണാണ്ടല്ലോ, എന്റെ ഫോൺ വീണാലോ പ്രശ്നം. ഇതിൽ അങ്ങോട്ട് പോ, ഇതിലെ പോ, അങ്ങ് പോ. നിങ്ങൾ ഇപ്പുറത്തോട്ട് കിടക്കും, ഞാൻ അപ്പുറത്തോട്ട് കിടക്കാം. ഈ സ്കിപ്പിംഗ് സ്റ്റോൺസ് പോലെയാണല്ലോടാ, ചാടി പോയാലോ. രണ്ടുപേരും ഭയങ്കര കാര്യമായിട്ട് കുളിസീനും കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഞാനത് കൈയോടെ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ കൂളിംഗ് ഗ്ലാസ് വെച്ച് എന്നെ കാണുന്നേ. ഇവിടൊക്കെ ഒന്ന് ക്യാമ്പ് ചെയ്യാൻ സെറ്റാ. ഇവിടെ അല്ലേ? ഇവിടെ ഇങ്ങോട്ട് ക്യാമ്പ് ചെയ്താൽ മതി. അടിയിൽ എന്നാണ് ഒരു പാ വരുമല്ലോ. സെറ്റാടാ. വാട്ടർഫോളൊക്കെ ഒന്ന് കണ്ട് നമ്മുടെ മനസ്സൊന്ന് തണുത്തു. ഇനി ശരീരത്തിന് അല്പം വ്യായാമം നൽകാം. വാട്ടർഫോളിൻ്റെ തന്നെ ഭാഗമായ ട്രെയിലിലൂടെയാണ് നമ്മളിനി യാത്ര ചെയ്യാൻ പോകുന്നത്. ട്രെയിൽ അല്പം ദുർഘടം പിടിച്ചതാണ് എങ്കിൽ പോലും ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്നാണല്ലോ പറയപ്പെടുന്നത്. ഒരു മനോഹരമായ കാഴ്ച ഇതിൻ്റെ ഒടുവിലുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് നടന്നു നീങ്ങാം. ഇത് അടുത്ത കൃഷി ഇറക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടിയാണ് സെറ്റ് ചെയ്തേക്കുന്ന പുറമാണ്. ഇല്ല അയ്യോ, ഒരു ചെറിയ പട്ടിക്കുട്ടിയെ കണ്ടിട്ടുള്ള പ്രകടനമായിരുന്നത്. നമ്മുടെ പേടി കണ്ടിട്ട് അദ്ദേഹം ആ പട്ടീനെ എടുത്തിട്ട് പോയി.
ഒരാൾ 2 തൊപ്പി. നിങ്ങൾ മാർക്കറ്റിലോട്ട് കിടക്കുക. മാർക്കറ്റിലോട്ട് കിടക്കുക. ശരി, അത് കണ്ടിട്ട് മാറ്റി. എനിക്ക് ഈ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് കണ്ട് എനിക്ക് മൊത്തം കഴിവാൻ തോന്നുന്നു. കഴിക്കോ? മേളിൽ പശുവൊക്കെ ഉള്ളതാട്ടോ. മുള്ള, ചെറിയ മുള്ള്. ഈ മരത്തെ പിടിച്ച് ഫുൾ വില പിടിക്കരുത്. നമ്മുടെ വിറ്റത്ത് നിലപ്പുള്ളടി. നിലപ്പുള്ളടി ഇത് വെച്ചെന്തോ ചമ്മന്തിയൊക്കെ ഇറക്കും. തിന്നല്ലോ കേട്ടോ. അത് തന്നെ, ഇതൊന്നും പറയാൻ പറ്റത്തില്ല. വകഭേദങ്ങളായിരിക്കും, വകഭേദങ്ങൾ, പര്യായപദങ്ങളായിരിക്കും. നല്ല പ്ലാച്ചേന്നിരിക്കുന്നല്ലേ. അയ്യോ, തലയിടിച്ചേ. ആയിരിക്കും. എന്തെങ്കിലും സംശയമുണ്ടോ? നമ്മൾ ഇതിലാണോ വന്നേ? ഞാനിവിടെ തൂങ്ങിയെടുക്കട്ടെ. അങ്ങനെ മനോഹരമായ ഈ ട്രെയിൽ അവസാനിച്ചിരിക്കുകയാണ്. ഇനി മടക്കയാത്രയാണ്. നമ്മൾ വന്നപ്പോ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. ശാന്തസുന്ദരമായിരുന്നല്ലോ. അവിടുന്ന് പുള്ളി ചാടി. അറിയത്തില്ല, കല്ലാണെങ്കിലും തലയും കിട്ടി. പുള്ളി നോക്കിട്ടാ പോയത്. ഇന്നത്തെ ട്രിപ്പ് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. ചെറിയൊരു ട്രിപ്പ് വരാൻ ആഗ്രഹിക്കുന്നവർക്ക്, കിൽക്കിനി ഒക്കെ അടുത്തുള്ളവർക്ക് വരാൻ പറ്റിയ, കാലാവസ്ഥയൊക്കെ നല്ലതാണെങ്കിൽ വരാൻ പറ്റിയൊരു നല്ല സ്ഥലമാണ്. ഇതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വേണ്ടവർക്ക് വന്ന് കാണാവുന്നതാണ്. പിന്നെ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് നിങ്ങളുടെയൊക്കെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.